മീശയില്ലാത്ത സ്റ്റാലിൻ എന്നറിയപ്പെടുന്ന സഖാവ് വ്ളാഡിമിർ പുടിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ചും അദ്ദേഹം ഇക്കഴിഞ്ഞ റഷ്യൻ തെരഞ്ഞെടുപ്പിൽ 88% പോപ്പുലർ വോട്ട് നേടി വിജയിച്ചതുകൊണ്ട്. പക്ഷേ ഇവിടുത്തെ പലതരം ചായക്കട വിഷയങ്ങൾക്കെടുക്കാൻ അതിന് സമയം കിട്ടിയില്ല. അതാ പറ്റിയത്. ആ സമയത്താണിതാ മോസ്കോയിൽ വലിയ തീവ്രവാദി ആക്രമണം ഉണ്ടായിട്ടുള്ളത്. 140 ആൾ മരിച്ചു എന്നാണ് കണക്ക്. ഇനി എത്ര ആൾ കൂടി മരിക്കും നമുക്കറിയില്ല. ഏതായാലും 140 ആൾ മരിച്ചു അഥവാ കൊല്ലപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. ഒരു സംഗീത നിശ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തിയേറ്ററിലാണ് ആക്രമണം ഉണ്ടായത്. നിരവധി പേർക്ക് പരിക്ക് പറ്റി. കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് വകകൾക്കും നാശനഷ്ടങ്ങളുണ്ടായി. അക്രമികൾ എന്ന് പറയപ്പെടുന്ന ചിലരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെ ചോദ്യം ചെയ്യുകയും ഭേദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രതികളുടെയൊക്കെ പരിക്ക് പറ്റിയ മുഖം നമുക്ക് ടെലിവിഷനിൽ കാണാനുള്ള സൗഭാഗ്യമുണ്ടായി. ഇവരെല്ലാവരും തന്നെ താജിക്കിസ്ഥാനിൽ നിന്ന് വന്നവരാണെന്ന് പറയുന്നു. അക്രമം കഴിഞ്ഞ് അവർ യുക്രൈൻ്റെ തലസ്ഥാനമായി കീവിലേക്ക് പോകാനാണ് താല്പര്യപ്പെട്ടത് എന്ന് റഷ്യ പറയുന്നുണ്ട്. തീവ്രവാദ ആക്രമണം ഉണ്ടായതിൻ്റെ തൊട്ട് പുറകെ തന്നെ അമേരിക്കൻ എംബസി പറഞ്ഞത് ഇതിൻ്റെ പുറകിൽ ഇസ്ലാമിക് സ്റ്റേറ്റുകാരാണ് എന്നാണ്. പുറകെ ഇസ്ലാമിക് സ്റ്റേറ്റ് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തു. ഞങ്ങൾ തന്നെയാണ് ചെയ്തത് എന്ന് അവർ പറഞ്ഞു. എന്ത് കാര്യത്തിന് വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല. ഏതായാലും ഇസ്ലാമിക് സ്റ്റേറ്റിന് പുടിൻ്റെ സർക്കാരിനോട് അല്ലെങ്കിൽ നാടകം കാണുന്ന അല്ലെങ്കിൽ സംഗീത നിശ കാണുന്ന ആളുകളോട് പ്രത്യേകിച്ച് എന്തോ വിരോധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരിങ്ങനൊരു അക്രമത്തിൽ ഒരുമ്പെട്ടത്. അമേരിക്ക പറഞ്ഞതിൻ്റെ പുറകെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഉത്തരവാദിത്വം ഏറ്റെടുത്തു. പുറകെ ഫ്രാൻസും ഇത് തന്നെ ആവർത്തിച്ചു. ഇതിൻ്റെ പുറകിൽ തീവ്രവാദികളാണ്, ഇന്ന വിഭാഗത്തിൽപ്പെട്ട ഭീകരന്മാരാണ് എന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ നമ്മൾ വിചാരിച്ചത് ഇത് കൊതിക്കറവ് പറയുന്നതായിരിക്കും എന്നാണ്. ഇസ്ലാമിക് സ്റ്റേറ്റ് ഏറ്റെടുത്തു എന്ന് പറയുമ്പോഴും ഇത് സത്യസന്ധമായ ഒരു ഏറ്റെടുക്കലാണോ എന്ന് സംശയമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പുടിൻ തന്നെ പറയുന്നു ഇതിൻ്റെ പുറകിലുള്ളത് റാഡിക്കലൈസ് ആയിട്ടുള്ള ഇസ്ലാമിസ്റ്റുകളാണ്. പക്ഷേ അവരെ കൊണ്ട് ഇത് ചെയ്യിച്ചത് ആരാണെന്ന് മനസ്സിലായിട്ടില്ല. അത് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്വേഷിച്ച് ഉടനെ കണ്ടെത്തും എന്നാണ്. ഏതായാലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇതിൽ ഈ കാവ്യനീതിയുടെ ഒരു അംശം തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഒക്ടോബർ 7 മുതൽക്ക് ഇന്ന് വരെ അല്ലെങ്കിൽ അതിന് മുമ്പ് മുതൽക്ക് തന്നെ ഹമാസിനെ കൈമൈ മറന്ന് പ്രോത്സാഹിപ്പിക്കും, അവർക്ക് ധാർമ്മികമായിട്ടും രാഷ്ട്രീയമായിട്ടും പിന്തുണക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ് റഷ്യ. ആ രാജ്യത്തിൻ്റെ പരമോന്നത നേതാവാണ് നമ്മുടെ കഥാപുരുഷനായ വ്ളാഡിമിർ പുടിൻ. ഹമാസിൻ്റെ നേതാക്കൾക്ക് മോസ്കോയിൽ ഏത് സമയത്തും ചെല്ലാം. അദ്ദേഹം അവരെ ചുവന്ന പരവതാനി വിരിച്ച് സ്വീകരിക്കും. അദ്ദേഹത്താൽ കഴിയുന്ന രീതിയിൽ നെല്ലായിട്ടോ പണമായിട്ടോ ഡോളറായിട്ടോ റൂബിളായിട്ടോ എങ്ങനെ വെച്ചോ സഹായിക്കുകയും ചെയ്യും. റഷ്യയിൽ കെട്ടിക്കിടക്കുന്ന ആയുധങ്ങളിൽ കുറച്ച് ഇവരുടെ ഉപയോഗത്തിന് വേണ്ടി പുള്ളി കൊടുക്കും. കാരണം ഇവർ യുദ്ധം ചെയ്യുന്നത് പ്രത്യക്ഷത്തിൽ ഇസ്രായേലിനെതിരായിട്ടാണെങ്കിലും ഫലത്തിൽ അമേരിക്കയ്ക്കെതിരായിട്ടാണ്. അപ്പോൾ അമേരിക്ക തോൽപ്പിക്കുക എന്നുള്ളതാണ് പണ്ട് മുതൽക്ക് റഷ്യക്കാരുടെ ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ ലെനിൻ്റെ കാലത്ത് ശ്രമിച്ചു നോക്കി, വിജയിച്ചില്ല. സ്റ്റാലിൻ്റെ കാലത്ത് പരമാവധി ശ്രമിച്ചു നോക്കി. പിന്നീട് ക്രൂഷ്ചേവിൻ്റെ കാലത്തും ബ്രഷ്നേവിൻ്റെ കാലത്തും അതുപോലെ ചെർണങ്കോവിൻ്റെ കാലത്തും ഒക്കെ ശ്രമിച്ചു നോക്കിയതാണ്. പക്ഷെ ഒന്നും ഫലവത്തായില്ല. അമേരിക്കയായിട്ട് സാമാന്യ ഒത്തുതീർപ്പിൽ പോകാമെന്ന് ആഗ്രഹിച്ച ആളാണ് ബോറിസ് യെൽസിനും അതിനു മുമ്പുണ്ടായിരുന്ന നമ്മുടെ മിഖായിൽ ഗോർബച്ചവും. പക്ഷേ ഇതൊന്നും ഫലവത്തായില്ല. അമേരിക്ക ഒരു തരത്തിലും തോൽപ്പിക്കാൻ അവരെ പിന്തള്ളാനായിട്ട് റഷ്യക്ക് സാധിച്ചില്ല. എന്ന് വെച്ചാൽ ആഗ്രഹങ്ങൾ അവസാനിക്കുന്നില്ല. കടലിലെ ഓളവും കരളിലെ മോഹവും അടങ്ങുകില്ല ഓമനെ അടങ്ങുകില്ല എന്ന് പറഞ്ഞ പോലെ പുടിനും ആ ഒരു രംഗത്ത് തന്നെയാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഹമാസിനെ കൂട്ടുപിടിച്ചിട്ടാണെങ്കിൽ ഇസ്രായേലിനെ തോൽപ്പിക്കണം, ഇസ്രായേലിൻ്റെ സുഹൃത്തായ അമേരിക്ക തോൽപ്പിക്കണം എന്നുള്ളതാണ് നമ്മുടെ പുടിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ അദ്ദേഹം ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് സത്യത്തിൽ ഏറ്റവും അധികം ആശയക്കുഴപ്പമുണ്ടാക്കിയത് നമ്മുടെ നാട്ടിലെ ഈ മൗദൂദി ചാനലുകാരെയാണ്. മൗദൂദികളുടെ അടുപ്പൂട്ടി ചർച്ച ഞാൻ കണ്ടു. അവിടെ ഡി കമ്പനിയുടെ തലവനായിട്ടുള്ള സാക്ഷാൽ ദാവൂദ് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു അക്രമം നടത്തിയെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. കാരണം പലസ്തീന് എല്ലാ വിധത്തിലുള്ള സഹായ സഹകരണങ്ങൾ ചെയ്യുന്ന ഒരു രാജ്യമാണ് റഷ്യ. എല്ലാ വിധത്തിൽപ്പെട്ട വിമതന്മാരെയും ഭീകരപ്രവർത്തകരെയൊക്കെ ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സർക്കാരിനെതിരായിട്ട് ഇങ്ങനെ ഒരു പാതകം ചെയ്തത് എന്തുകൊണ്ടാണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തായ മറ്റേ ചങ്ങാതി അടുപ്പിൻ്റെ മറ്റേ കല്ല് പറയുന്നത് ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ സാധനം തന്നെ വ്യാജ നിർമ്മിതിയാണ്. അതിൻ്റെ പുറകിൽ അമേരിക്കയാണ്. അമേരിക്കയും ഇസ്രായേലും ചേർന്നിട്ടുള്ള കൂട്ടുകമ്പനിയുടെ പേരാണ് ഇസ്ലാമിക് സ്റ്റേറ്റ്. അതുകൊണ്ടാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഇസ്രായേലിനെ ആക്രമിക്കാത്തത്. ഇസ്രായേലിനെ മാത്രം ആക്രമിച്ചിട്ടില്ല, ഇനി ആക്രമിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവർ ചെയ്യുന്നതൊക്കെ സ്വന്തം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് നേരെയാണ്.
അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. അതെന്താ വെച്ചാൽ ഇസ്രായേലും അമേരിക്കയും ചേർന്നുണ്ടാക്കിയ ഒരു കൂട്ടുകൃഷിയുടെ പേരാണ് ഇസ്ലാമിക് സ്റ്റേറ്റ്. അവരാണ് റഷ്യയിൽ ബോംബ് വെച്ചത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഹമാസിനെ സഹായിക്കുന്ന റഷ്യയെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇത് കണ്ട് അതിൻ്റെ അടിയിൽ കമൻ്റ് എഴുതിയ എല്ലാ ജമാഅത്തെ ഇസ്ലാമിക്കാരും അഹോ രൂപം അഹോ സ്വരം എന്ന രീതിയിൽ അഭിപ്രായ പ്രകടനം നടത്തിയത് ഞാൻ കണ്ടു. എല്ലാവർക്കും വലിയ സന്തോഷമായി. അല്ലെങ്കിൽ തന്നെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ISൻ്റെ പുറകിലുള്ളത് ഇസ്രായേലാണെന്നാണ്. നമ്മുടെ മൊസാദിൻ്റെയും CIA-യുടെയും ജാരസന്തതിയാണ് IS എന്നാണ്. എന്നാൽ ISനെ ആരെങ്കിലും ഒന്ന് തിരിച്ചാക്രമിച്ചു നോക്കട്ടെ, അപ്പോൾ ഇവർ തലയിൽ കൈവച്ച് നിലവിളിക്കും, അയ്യോ നമ്മുടെ സമുദായക്കാരെ ഒറ്റപ്പെടുത്തുന്നേ, ഞങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്നേ എന്ന് പറയും. അതിപ്പോൾ മുല്ല ഉമറിനെ തൊട്ടാലും അവർ കരയും, ഒസാമ ബിൻ ലാഡനെ ഉപദ്രവിച്ചാലും അവർ കരയും. ഈ വിഭാഗത്തിൽപ്പെട്ട ഏത് തീവ്രവാദി ഏത് ഭീകരപ്രവർത്തകനെ കുറ്റപ്പെടുത്തിയാലും അവർ വലിയ വായിൽ നിലവിളിക്കും. അതേ സമയത്ത് തന്നെ അതേ ശ്വാസത്തിൽ അവർ പറയുക എന്താണ്, ഇസ്ലാമിക് സ്റ്റേറ്റും ഞങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല, മൗദൂദിയുടെ ആശയങ്ങൾ ഇവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ഞങ്ങൾ ഇതിനെ ഒരു തരത്തിൽ പിന്തുണക്കുന്നവരല്ല എന്ന് പറയും. അപ്പോൾ ഇതാണ് ഇവരുടെ ഒരു ഇരട്ടത്താപ്പ് എന്ന് വിചാരിച്ചാൽ മതി. ഏതായാലും ഇവർ മൊത്തത്തിൽ കുഴപ്പത്തിലാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നതിൽ ഇനി പുടിൻ സാഹിബ് ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കുക എന്ന് നമുക്കറിയില്ല. മുതലാളിക്ക് വലിയ ഭൂരിപക്ഷം കിട്ടിയ പ്രദേശമാണ് ചെച്നിയ അടക്കമുള്ള ഈ പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്നു ഇപ്പോഴത്തെ റഷ്യയുടെ ചില മേഖലകൾ. ചെച്നിയയിൽ അദ്ദേഹത്തിനായിട്ട് 99% വോട്ട് കിട്ടി എന്നാണ് ഞാൻ കണ്ടത്. അത്രയും ഭൂരിപക്ഷം കിട്ടിയതിൻ്റെ അർത്ഥം വളരെ വ്യക്തമാണല്ലോ. അപ്പോൾ ഇത് വ്ളാഡിമിർ പുടിൻ കാശ് കൊടുത്ത് ചോദിച്ച് മേടിച്ചതാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറഞ്ഞിട്ടില്ലേ, അത് പണ്ടായിരുന്നു. ഇപ്പോൾ കൊടുത്താൽ മോസ്കോയിൽ വരെ കിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.